വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്നത്തെ വിമൻസ് എറയുടെ ഫൈനൽ സെഗ്മെന്റിലേക്ക് നമുക്ക് കിടക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്ന് വീക്കെൻഡ് സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ സെഗ്മെന്റ് എന്ന് പറയുന്നത് കെയർ ആൻഡ് ക്യൂർ ആണ് അല്ലേ. ഇന്നത്തെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്ന ഡോക്ടർ അഖിലാണ് ഫ്രം NMC മെഡിക്കൽ സെന്റർ അൽനാദ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡയബറ്റീസ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് എന്നുള്ളൊരു വിഷയത്തിനെ കുറിച്ചാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇന്ന് നമ്മൾ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു പോകുന്ന ഒരു അസുഖമാണല്ലേ ഡയബറ്റീസ്. മേ ബി ചില സമയത്ത് നമ്മൾ വളരെ സിമ്പിളായും പറഞ്ഞു പോകുന്ന ഒരു അസുഖമാണ് ഞാൻ കുറച്ച് ഡയബറ്റിക് ആണ് എന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതൊരു സൈലന്റ് കില്ലർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു അസുഖമാണല്ലേ ഡയബറ്റീസ്. എന്താണ് ശരിക്കും ഡയബറ്റീസ്? നമുക്കൊരു കോമൺ മാനോട് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഡയബറ്റീസ്? ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. ഇത് കുറേ കാലം ഇതേപോലെ തന്നെ നിലനിന്ന് കഴിഞ്ഞാൽ ശരീരത്തിലെ പല ഓർഗൻസിന്റെയും ഫംഗ്ഷനെ ബാധിക്കുകയും ചെയ്യും. അത് കാരണം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത് ഡോക്ടർ പറഞ്ഞപ്പോൾ അതാണ് നമുക്ക് ഡയബറ്റീസ് എന്ന് പറഞ്ഞു. പല തരത്തിൽ ഇപ്പോൾ ജനറലി ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 അങ്ങനെ രണ്ട് രീതിയിൽ ഡയബറ്റീസ് കോമൺ ആയിട്ട് ഉണ്ടല്ലോ അല്ലേ. എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം? എങ്ങനെ നമുക്ക് രണ്ടിനെയും ഒന്ന് വേർതിരിച്ച് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണത്? ഈ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റീസ്, ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും. ടൈപ്പ് 1 എന്ന് പറയുന്നത് യൂഷ്വലി 20 വയസ്സിന് മുന്നേ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും ആദ്യം പ്രസന്റ് ചെയ്യുകയും ചെയ്യുക. ഈ സൈലന്റ് കില്ലർ എന്ന് പറയുന്നത് യൂഷ്വലി ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റുന്നില്ല. കൂടുതൽ അഡ്വാൻസ്ഡ് ആകുമ്പോഴത്തേക്കാണ് അതിന്റെ സിംറ്റംസ് വന്നു തുടങ്ങുന്നതും പേഷ്യന്റ് അതിൻ്റെതായിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ അടുത്ത് എത്തുന്നത്. ടൈപ്പ് 1 ആണെങ്കിൽ പലപ്പോഴും പ്രസന്റ് ചെയ്യുന്നതിന് വളരെ ഷുഗർ കൂടിയിട്ട് ഒരു കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുക. ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി വരുന്നതല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പാൻക്രിയാസിലെ ബീറ്റാ സെൽസിനെതിരെ ശരീരത്തിൽ തന്നെ ആന്റിബോഡീസ്, അതായത് ഓട്ടോ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസിനെതിരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബീറ്റാ സെൽസ് ഡിസ്ട്രോയിഡ് ആവും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഡയബറ്റീസിനാണ് നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ ഡോക്ടർ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നതും? അല്ലല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് ബേസിക്കലി ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഒരു ടൈപ്പ് 1 നമുക്ക് ഇൻസുലിന്റെ ഒരു കുറവാണ് കാണുക. കാരണം ബീറ്റാ സെല്ലിന്റെ ഡിസ്ട്രക്ഷൻ കാരണം ഇൻസുലിന്റെ അബ്സല്യൂട്ട് കുറവാണ് കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ്. അതുകൊണ്ടാണ് അതിനെ പണ്ട് കാലത്ത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്നും പറയാറുണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഈ ഒരു നമുക്ക് ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് 1 ഇൻസുലിൻ റെസിസ്റ്റൻസ് ആ ഒരു രീതിയിലുള്ള ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ നോർമലി അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന ലേഡീസിനെയാണോ? ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ PCOD റിലേറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഡയബറ്റീസ് ലേഡീസിനെന്നല്ല, ഓവർ വെയിറ്റ് ഉള്ള ആരെയൊക്കെ വേണമെങ്കിലും ബാധിക്കാവുന്നതാണ് ഈ ടൈപ്പ് 2 ഡയബറ്റീസ്. ഓവർ വെയിറ്റ് ആകുമ്പോഴത്തേക്കുമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. ഇനീഷ്യലി നമ്മുടെ പാൻക്രിയാസിന് ഇൻസുലിൻ്റെ ലെവൽ കൂട്ടിയിട്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ കുറേ കാലം ഇങ്ങനെ ഈ ഇൻസുലിൻ ലെവൽ കൂട്ടി വരുമ്പോഴത്തേക്കും പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ ആസ് സച്ച് കുറയും. അന്നേരമാണ് ഈ ഇൻസുലിന്റെ കുറവ് വരുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസിലാണെങ്കിൽ ഇനീഷ്യലി തന്നെ ഇൻസുലിന്റെ കുറവായിരിക്കും. ടൈപ്പ് 2 ഡയബറ്റീസിൽ ലേറ്റർ ഓൺ ആണ് ഈ ഇൻസുലിന്റെ കുറവ് വരുന്ന ഒരു രീതിയിലാണ്. നാച്ചുറൽ പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ കുറഞ്ഞു വരും. ഈ ടൈപ്പ് 2 ആണ് നമ്മൾ ജനറലി കോമൺ ആയി ഏറ്റവും കൂടുതൽ കാണുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇതിന്റെ രണ്ടിനെയും സിംറ്റംസ് സിമിലർ ആണോ? സിംറ്റംസ് സിമിലർ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈപ്പ് 1 യൂഷ്വലി ഒരു കാറ്റാസ്ട്രോഫിക് പ്രസന്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ പേഷ്യന്റ് വളരെ ഷുഗർ കൂടിയിട്ട് 500-600 ലെവലൊക്കെ പോയിട്ട് ബോധക്കേടുകൂടിയായിരിക്കും മിക്കവാറും ടൈപ്പ് 1 ഡയബറ്റിക് കീറ്റോസിഡോസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുക. പക്ഷേ ടൈപ്പ് 2 ഈ ബ്ലഡ് ഷുഗർ പതുക്കെ കൂടി ഒരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ ഒരു മേ ബി 200-250 കഴിയുമ്പോഴത്തേക്കാണ് അതിന്റെ സിംറ്റംസ് വരുന്നതും പേഷ്യന്റിന് ഡോക്ടറോട് പോകാൻ തോന്നുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് വളരെ കോമൺ ആണല്ലോ. ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസിന്റെ ഒരു കാരണം ഇതൊക്കെ തന്നെയാണോ? ഈ ഒരു സാധാരണ പലപ്പോഴും ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഫീമെയിൽസിലാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിട്ടുള്ള ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗർഭകാലത്ത് ഉണ്ടാവുന്ന ഡയബറ്റീസ് ആണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഡയബറ്റീസ് ഉണ്ടായിരുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളിലേക്ക് അതിന്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും? കുഞ്ഞുങ്ങൾ പൊതുവേ ജനിക്കുന്ന സമയത്ത് വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഓവർ വെയിറ്റ് ലൈഫ് ടൈം മൊത്തം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസിനുള്ള സാധ്യത അവർക്കും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ലേഡീസിന് ലേറ്റർ സ്റ്റേജിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത അങ്ങനെയുണ്ടോ? അവർക്ക് വളരെ കൂടുതലാണ്. GDM ഒരിക്കൽ വന്നിട്ടുള്ള ലേഡി ആണെങ്കിൽ അവർക്ക് ലൈഫ് ടൈമിനുള്ളിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവർ അറ്റ്ലീസ്റ്റ് ആനുവലി എങ്കിലും ബ്ലഡ് ഷുഗേഴ്സ് ചെക്ക് ചെയ്ത് നോർമൽ ആണെന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ ഡോക്ടർ, ഡയബറ്റിക് എന്ന് പറയുന്നത് ജനറ്റിക്കലാണ്. അച്ഛനുണ്ടെങ്കിൽ മകൾക്ക് കിട്ടും, അമ്മയ്ക്കുണ്ടെങ്കിൽ മകന് കിട്ടും. അങ്ങനെയാണോ അതിന്റെ? ഫാമിലിയിൽ റൺസ് ഇൻ ഫാമിലി എന്ന് വേണമെങ്കിൽ പറയാം.
ഈ ഒരു ജെൻഡർ ഇതിന് അതായത് ഇപ്പൊ അച്ഛനുണ്ടെങ്കിലാണ് പെൺമക്കൾക്ക് കിട്ടാൻ സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, അമ്മയ്ക്കുണ്ടെങ്കിലാണ് കിട്ടാൻ സാധ്യത കൂടുതൽ. ഓക്കെ ഓക്കെ, പെൺമക്കൾക്ക്. പെൺമക്കളായാലും ആൺമക്കളായാലും അമ്മയ്ക്ക് ഉണ്ടാവുകയാണെങ്കിലാണ് കുട്ടികൾക്ക് വരാനുള്ള സാധ്യത കൂടുതൽ അല്ലെ. ഇപ്പൊ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ ഒരു ടൈപ്പ് ട്രീറ്റ്മെന്റ്? 1 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഇൻസുലിൻ ഡിപെൻഡന്റ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണ്. അതിന്റെ ചികിത്സയുടെ തുടക്കത്തിൽ തന്നെ ഇൻസുലിൻ കൊണ്ട് തുടങ്ങേണ്ടി വരും. ടൈപ്പ് 2 ആണെങ്കിൽ നമുക്ക് ഇനീഷ്യലി വളരെ ബ്ലഡ് ഷുഗർ ഹൈ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാബ്ലറ്റ് കൊണ്ട് തന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇനീഷ്യലി വളരെ ഹൈ ആണെങ്കിൽ അപ്പോൾ തന്നെ ഇൻസുലിൻ തുടങ്ങിയിട്ട് ബ്ലഡ് ഷുഗർ കുറച്ച് കൊണ്ടുവന്ന ശേഷം പിന്നീട് ഡയബറ്റീസിന്റെ ടാബ്ലറ്റുകളിലേക്ക് മാറ്റാവുന്നതാണ്. ഡോക്ടർ, ഇൻസുലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ ഒരു സാധാരണയുള്ള നമ്മുടെ ഒരു ധാരണ എന്ന് പറയുന്നത് ഡയബറ്റീസ് വളരെ കൂടിയ ഒരു സ്റ്റേജിലാണ് ഇൻസുലിൻ നോർമലി സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഞാൻ എവിടെ വായിക്കണ്ടായി എപ്പോഴും നമ്മൾ ഇൻസുലിൻ ആണ് എപ്പോഴും കുറച്ചുകൂടി സേഫ് ടാബ്ലറ്റ്സിനെക്കാട്ടിലും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന, അതായത് ഒരു മെഡിസിനിൽ സ്റ്റാർട്ട് ചെയ്യാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഇൻസുലിൻ സജസ്റ്റ് ചെയ്യുന്ന കേസസ് ഉണ്ടോ? ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിലും ഇനീഷ്യൽ ബ്ലഡ് ഷുഗർ ഒരു 350-400 മേലെ ആണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി തന്നെ ഇൻസുലിൻ എടുത്തിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ കുറച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ലെഗസി എഫക്റ്റ് എന്ന് പറയും. ഒരിക്കൽ നമ്മുടെ ബോഡി ആ ഒരു കൺട്രോൾ ബ്ലഡ് ഷുഗറായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലും അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആയിട്ടിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇനീഷ്യലി നമ്മളിപ്പോൾ കാണുമ്പോഴത്തേക്കും വളരെ ഹൈ ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അപ്പോൾ തന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗർ കൺട്രോൾ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഇപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ ടാബ്ലറ്റ്സ് ഒക്കെ കിഡ്നിക്കൊക്കെ ഒരുപാട് കേടാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പം ഇൻസുലിൻ ആണോ സേഫർ അതോ ടാബ്ലറ്റ് ആണോ? ഡയബറ്റീസിന്റെ കാര്യത്തിൽ ഏറ്റവും സേഫസ്റ്റ് ഡ്രഗ് ഇസ് ഇൻസുലിൻ. അതിൽ ഒരു സംശയമില്ല. സേഫസ്റ്റ് ഡ്രഗ് ഇൻസുലിൻ ആണ്. ഇൻസുലിന്റെ കുറവ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇൻസുലിന്റെ നമ്മുടെ വേറെ ഒരു ബോഡി പാർട്സിനും എഫക്ട് ചെയ്യുന്നില്ല അല്ലേ? ടാബ്ലറ്റ് കിഡ്നിനെ എഫക്ട് ചെയ്യണമെന്ന് പറയുന്നത് ഇല്ല. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ അല്ലാതെ തന്നെ നോർമലി ഒരു പ്രൊഡക്ഷൻ ഉള്ള സാധനമാണ്. അത് കുറവ് വരുമ്പോഴത്തേക്ക് നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇൻസുലിൻ ആസ് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കുന്നില്ല. വെയിറ്റ് ഗെയിൻ ചിലർക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അത് ഇൻസുലിന്റെ നോർമൽ ആക്ഷൻ ആണ്. അതെ, അങ്ങനെ ഇപ്പോൾ വെയിറ്റ് ഗെയിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അപ്പോൾ നമ്മൾ ചില ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ മെറ്റ്ഫോമിൻ കണ്ടന്റ് ഉള്ള ടാബ്ലറ്റ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ വെയിറ്റ് ലോസും കണ്ടുവരാറുണ്ടല്ലോ ഷുഗർ പേഷ്യൻസ്. മെറ്റ്ഫോമിൻ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ചിലർക്ക് ശരിക്കും വെയിറ്റ് ലോസ് ഉണ്ടാക്കും, ചിലർക്ക് വെയിറ്റ് ഗെയിൻ എന്നുള്ളത് തടയും. ഓക്കെ. അപ്പോൾ ഈ ഷുഗർ പേഷ്യൻസിൽ നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട് ഒരു സഡൻ വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്ത് കഴിച്ചാലും ആ ഒരു വെയിറ്റ് കൂടാത്ത ഒരു അവസ്ഥ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് ഈ ഒരു മെഡിസിൻ്റെ എഫക്റ്റ് തന്നെയാണോ? നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു, ഈ ഷുഗറിന്റെ സിംറ്റംസിൽ ഒരെണ്ണം എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. ചിലർക്ക് അൺഎക്സ്പ്ലെയിൻ വെയിറ്റ് ലോസ് ആണ് ഷുഗറിന്റെ ഫസ്റ്റ് സിംറ്റം. ഓക്കെ. ബാക്കി ചിലർക്ക് മാത്രമേ ഒരു ക്ലാസിക്കൽ, നമ്മൾ ഇതിന്റെ ഒരു സിംറ്റംസ് പറയുന്നത് പോളിഫീജിയ, പോളിഡിപ്സിയ, പോളിയൂറിയ എന്ന് പറയുന്നത് അതൊരു ക്ലാസിക്കൽ സിംറ്റംസ് ആണ്. അത് എല്ലാവർക്കും വരണമെന്നില്ല. ചിലർക്ക് വെയിറ്റ് ലോസ് മാത്രമായിരിക്കും. ചിലപ്പം ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് പറയും ഇത്ര പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞു എന്ന് ആളുകൾ ചോദിക്കും. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും ചിലപ്പം ഡോക്ടറെ അടുത്ത് വരും, എന്തുകൊണ്ടാണ് ഈ വെയിറ്റ് കുറഞ്ഞത് നോക്കാൻ. അന്നേരം നോക്കുമ്പോഴത്തേക്കായിരിക്കും കാണുന്നത് ബ്ലഡ് ഷുഗർ ഭയങ്കര ഹൈ ആയിരിക്കും. ഇപ്പം ഇതല്ലാതെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മെഡിക്കൽ ടേംസിൽ പറഞ്ഞ സിംറ്റംസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ആർക്കെങ്കിലും അത്. ക്ലാസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് പോളിയൂറിയ, പോളിഡിപ്സിയ, പോളിഫീജിയ എന്നാണ്. പോളിയൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നത്. പോളിഡിപ്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ ദാഹം തോന്നുന്നത്, എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ദാഹം തീരുന്നില്ല. പോളിഫീജിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആഹാരം കഴിച്ചു കഴിഞ്ഞാലും വിശപ്പ് ശമിക്കുന്നില്ല. ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിംറ്റംസ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസ് ആണ് പലർക്കും ആദ്യത്തെ സിംറ്റം. ഓക്കെ. ഇപ്പോൾ കുട്ടികളുടെ കാര്യം, ഇപ്പോൾ ചില കേസിലൊക്കെ നമ്മൾ കാണാറുണ്ട് കുട്ടികൾക്ക് ഡയബറ്റിക് ആണ് എന്ന് പറയുന്നത്. അതൊരു ജനറ്റിക്കൽ പ്രോബ്ലം ആണോ അതോ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത് വരുന്നതാണോ? കുട്ടികളിൽ വരുന്ന മിക്കവാറും നേരത്തെ പറഞ്ഞ ഒന്നിൽ ഓട്ടോ ആന്റിബോഡി വഴിയായിരിക്കും, അല്ലെങ്കിൽ ജനറ്റിക് ആയിരിക്കും. യൂഷ്വലി പ്രസന്റ് ചെയ്യുന്നത് 20 വയസ്സിന് മുന്നേ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് കോമൺ. അത് ഓട്ടോ ആന്റിബോഡീസ് ആണ് കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ടോ? അവർക്ക് ഇൻസുലിൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു ചികിത്സയില്ല. അത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് ആണ്. ഇൻസുലിൻ ലൈക്ക് ഇഞ്ചക്ഷൻ തന്നെ, അത് മാത്രമേ ചികിത്സ ഉള്ളൂ. അതിന്റെ ഒരു എത്രത്തോളം കോമൺ ആണ് ഈ കുട്ടികൾക്ക് ഇത് വരുന്നത്? ടൈപ്പ് 1 ഡയബറ്റീസ് പഴയ കാലത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. വർഷം തോറും ഒരു 3%, 4% വെച്ചിട്ട് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് അതിനേക്കാളും വളരെ കൂടുതലാണ്. എന്നിരുന്നാൽ പോലും ഈ ടൈപ്പ് 1 ഡയബറ്റീസും ചിലപ്പോൾ ഓവർ വെയിറ്റ് ആയിരിക്കും ഒരു കാരണം. ഇപ്പം കുട്ടികളിൽ പോലും ഒബീസിറ്റി ഒരു കോമൺ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ അതാവാം ഒരു കാരണം. ഒബേസിറ്റി തന്നെ ഒരു കാരണമായിരിക്കും അല്ലേ ഡോക്ടർ? അതുപോലെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഇൻസുലിൻ്റെ കാര്യം പറഞ്ഞു. ഇൻസുലിൻ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നു എന്നുള്ളതിൻ്റെ. ഇൻസുലിനിൽ തന്നെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ? അതായത്
ഇന്ന ഇൻസുലിൻ ആണെങ്കിൽ കുറച്ച് ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇൻസുലിൻസ് നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് കൺവെൻഷണൽ ഇൻസുലിൻസ് പഴയ കാലത്ത് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ന്യൂർ ഇൻസുലിൻസ് ആണ്. ന്യൂർ ഇൻസുലിൻസ് ഒക്കെ ഈ റീകോംബിനന്റ് DNA ടെക്നോളജി വഴി കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഇൻസുലിൻ്റെ അമിനോ ആസിഡ്സ് മാറ്റിയിട്ട് പുതിയ അമിനോ ആസിഡ്സ് വെച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷൻ മാറ്റുന്നതാണ്. ഇപ്പം ഡ്യൂറേഷൻ മാറ്റാം, അതിൻ്റെ പീക്ക് ഓഫ് ഓൺസെറ്റ് മാറ്റാം, ഇങ്ങനെയൊക്കെ മാറ്റിയിട്ട് ഉണ്ടാക്കുന്നതാണ് ന്യൂർ ഇൻസുലിൻസ്. ഈ ന്യൂർ ഇൻസുലിൻസ് എന്ന് പറയുന്നതാണ് ഈ ഷോർട്ട് ആക്ടിങ്ങും ലോങ് ആക്ടിങ്ങും. അതിനകത്തുള്ളതാണ് ലിസ്പ്രോ, അസ്പാർട്ട്, ഗ്ലൂലിസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ലോങ് ആക്ടിംഗ് ആയിട്ട് ഡെറ്റമെർ, ഗ്ലാജിൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ന്യൂർ ഇൻസുലിൻസ് ആണ്. കൺവെൻഷണൽ ഇൻസുലിൻസ് ആണ് റെഗുലർ ഇൻസുലിൻ, NPH ഇൻസുലിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, പക്ഷേ ഈ ന്യൂർ ഇൻസുലിൻസ് കുറച്ചും കൂടെ നല്ലതാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡയബറ്റീസ് ആൻഡ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അഖിലാണ്. പ്രേക്ഷകർക്കെല്ലാം എന്തെങ്കിലും ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അതിന് മുമ്പ് നമ്മളൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാണ്. വെൽക്കം ബാക്ക് ടു കെയർ ആൻഡ് കെയർ സെഗ്മെന്റ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡയബറ്റീസ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അഖിലാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഡയബറ്റീസ് എന്താ, അതിൻ്റെ സിംറ്റംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്യൂമറസ് കോംപ്ലിക്കേഷൻസ് ആണ് ഡയബറ്റീസിൻ്റെ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്? ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ പ്രധാനമായിട്ടും അക്യൂട്ട് ആൻഡ് ക്രോണിക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അക്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രസന്റ് ചെയ്യുന്നത്. അക്യൂട്ട് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൈപ്പോഗ്ലൈസിമിയ ഒന്ന്, ബ്ലഡിലെ ഷുഗർ ലെവൽ വളരെ താഴ്ന്നു പോകുന്നത്. പിന്നെ ഒരെണ്ണം ഉള്ളത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്, അതായത് ഷുഗർ ലെവൽ വല്ലാണ്ട് കൂടിയിട്ടുണ്ടാകുന്ന, ചിലപ്പോൾ ബോധക്കേട് വരെ ഉണ്ടാകുന്ന കണ്ടീഷൻ. പിന്നെ അതേപോലെ ഹൈപ്പറോസ്മോളാർ ഹൈപ്പർഗ്ലൈസിമിക് സ്റ്റേറ്റ്. ഇതെല്ലാം അക്യൂട്ട് മെഡിക്കൽ കോംപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ആളുകൾ അതിന് ചികിത്സ തേടിക്കൊള്ളും. ക്രോണിക് കോംപ്ലിക്കേഷൻസിനെ നമ്മൾ പ്രധാനമായിട്ടും മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മൈക്രോവാസ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ബ്ലഡ് വെസൽസിനെ എഫക്ട് ചെയ്യുന്നത്, മാക്രോവാസ്കുലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ബ്ലഡ് വെസൽസിനെ. ഈ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് ഡയബറ്റിക് നെഫ്രോപ്പതി, അതായത് കിഡ്നിനെ ബാധിക്കുന്നത്, ഇത് ന്യൂറോപ്പതി, അതായത് നെർവ്സിനെയൊക്കെ ബാധിക്കുന്നത്, ആൻഡ് റെറ്റിനോപ്പതി, കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നത്. നമുക്കൊരു കോൾ ഉണ്ട്, നോക്കാം. ഹലോ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കെയർ ആൻഡ് ക്യൂർ. ആരാത്? ഗുഡ് ആഫ്റ്റർനൂൺ, എന്റെ പേര് രഞ്ജിത്ത്, ഞാൻ ഷാർജയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ രഞ്ജിത്ത്, ഡോക്ടർ സംസാരിച്ചോളൂ. ഹായ് ഡോക്ടർ അഖിൽ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ, സംസാരിച്ചോളൂ. ഡോക്ടർ, ഞാനിപ്പോൾ ലാസ്റ്റ് ഓൾമോസ്റ്റ് ലൈക്ക് 4 years ആയിട്ട് ഡയബറ്റിക് ആണ്. ഞാനിപ്പോൾ മെഡിസിൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ റീഡിങ്സ് എല്ലാം കാണിക്കുന്നത് ഇപ്പോൾ ഫാസ്റ്റിംഗ് എല്ലാം 120 ആ റേഞ്ചിലാണ് വരുന്നത്. ആഫ്റ്റർ ടാബ്ലറ്റ് എടുത്തതിന് ശേഷം നാട്ടിലെ ടാബ്ലറ്റ് ആണ് ചെയ്യുന്നത്, റയോമെറ്റ് 1000. അപ്പൊ അത് ഈവനിങ്ങും മോർണിംഗും ഓരോന്ന് വെച്ച് എടുക്കുന്നുണ്ട്. 120 ആണ് കാണിക്കുന്നത്. പിന്നെ ആഫ്റ്റർ ഫുഡ് ഓൾമോസ്റ്റ് 160, 170. ഹെറിഡിറ്ററി ആയിട്ട് പാരന്റ്സ് ഡയബറ്റിക് ആണ് അവർ. അപ്പൊ എങ്ങനെയാണ് ഇത് ഈ റീഡിങ്സ് വെച്ച് ഇങ്ങനെ മെഡിസിൻ എങ്ങനെയാ നമുക്ക് ഇനിയിപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തേണ്ടി വരുമോ? ഇപ്പോഴുള്ള റീഡിങ്സും HbA1c അണ്ടർ കൺട്രോളാണ്. ഓൾമോസ്റ്റ് 7, 6.5 അങ്ങനെ വരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 6 മാസം മുന്നേ നോക്കിയപ്പോൾ HbA1c 7 താഴെയാണെന്നെങ്കിൽ റീസണബിൾ കൺട്രോൾ ആണ്. പക്ഷേ ഐഡിയലി ഒരു 6.5 അതിൽ താഴെ വെക്കുന്നതായിരിക്കും നല്ലത്. ആണല്ലേ? നിങ്ങൾ യങ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് ഞാനിപ്പോൾ 36. അന്നേരം ഈ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്ക് ഇനിയും കുറേ കാലമുണ്ട്. ഇനി യൂഷ്വലി ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് ഒരു 20 years ഒക്കെ ആകുമ്പോഴാണ്. ഒരു 20 years എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെച്ചിട്ട് നമുക്ക് ഒരു 50 years ആകുമ്പോഴത്തേക്കൊക്കെ 20 years ആവും ഡയബറ്റീസ്. നമുക്ക് നേരത്തെ തന്നെ ഇതെല്ലാം ഷുഗറിന്റെ ലെവലൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കോംപ്ലിക്കേഷൻസ് വരുന്നത് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഉള്ള ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120 എന്ന് പറയുന്നത് നോർമലാണ്, കുഴപ്പമില്ല. കാരണം നമ്മൾ ഓൺ ട്രീറ്റ്മെന്റ് നമ്മുടെ ടാർഗറ്റ് ഫാസ്റ്റിംഗ് ലെസ് ദാൻ 130 മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. ഈ പോസ്റ്റ് പ്രാൻഡിൽ പറഞ്ഞത് നോർമലാണ്, കാരണം ഒരു 180 താഴെ നിന്നിരുന്നാൽ മതി. എന്നാലും നിങ്ങൾ യങ് ആയതുകൊണ്ട് ഒരു 150 ടാർഗറ്റ് ചെയ്തു. 150 താഴെ വേണം. ഈ HbA1c ഒരു 6.5 അറൗണ്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് സാർ പറയുന്നത് ആഫ്റ്റർ ഫുഡിന്റെ ഇതാണോ പറയുന്നത്? അതെ, ആഫ്റ്റർ ഫുഡ് ആണ് 160 എന്ന്. നിങ്ങൾക്ക് 160 ഉണ്ടെന്ന് പറഞ്ഞില്ല, അതൊരു 150 അറൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. 150 താഴെ ആണെങ്കിൽ വളരെ നല്ലത്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുഴപ്പമില്ല. എനിക്ക് ഇനി ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, നമ്മൾ ഈ ഗ്ലൂക്കോമീറ്ററിൽ വരുന്ന റീഡിങ്സും നമ്മൾ ഡയറക്റ്റ് ലാബിൽ ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് എങ്ങനെ എത്രത്തോളം റിലയബിൾ ആണിത്? ഗ്ലൂക്കോമീറ്റർ റീഡിങ്സ് നമ്മൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്.
അല്ലാതെ ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഗ്ലൂക്കോമീറ്റർ റീഡിങ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ SMBG എന്ന് പറയുന്നത് സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ്. ഈ സെൽഫ് മോണിറ്ററിംഗിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലൂക്കോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചിട്ട് ഫാസ്റ്റിങ്ങും ഒരു ദിവസം നോക്കാം, ഫാസ്റ്റിംഗ് എത്രയുണ്ടെന്ന് നോക്കാം. അത് എഴുതി വെക്കുകയാണെങ്കിൽ അടുത്ത തവണ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്തേക്കും ഇത് കാണിക്കാം. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഈ സമയത്ത് ഇത്രയായിരുന്നു, ആഹാരത്തിന് ശേഷം ഇത്രയായിരുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ലോങ് ടേം കൺട്രോൾ എങ്ങനെ ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും. അത് മാത്രമല്ല നമ്മൾ ഈ HbA1c നോക്കുമ്പോഴത്തേക്ക് ഒരു 3 months ആവറേജ് കൺട്രോൾ അറിയാൻ പറ്റും. അല്ലേ? ഓക്കെ. ഇത് കണ്ണിന്റെ വിഷൻ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ബാധിക്കില്ലല്ലോ അല്ലെ? അങ്ങനെ ഒരു ഗ്രാജുവലി ഒരു വിഷനെ പെട്ടെന്ന് ബാധിക്കത്തില്ലെങ്കിലും നിങ്ങളുടെ ഡയബറ്റീസ് മിക്കവാറും ടൈപ്പ് 2 തന്നെ ആയിരിക്കും. ടൈപ്പ് 2 ഉള്ളവർക്ക് അറ്റ് ഡയഗ്നോസിസ് തന്നെ ഒന്ന് റെറ്റിനയൊക്കെ സ്ക്രീൻ ചെയ്യണമെന്നാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ആകുമ്പോഴത്തേക്കും പെട്ടെന്നല്ല നമ്മൾ അതിന്റെ സിംറ്റംസ് വരുന്നത്. അത് കുറേ ബ്ലഡ് ഷുഗർ കൂടി കുറേ കാലം കഴിയുമ്പോഴത്തേക്കായിരിക്കും സിംറ്റംസ് വന്നിട്ട് ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യുക. അന്നേരം ഓൾറെഡി ചിലപ്പോൾ ഡയബറ്റീസിന്റെ ഡ്യൂറേഷൻ 1-2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ടൈപ്പ് 2 ഡയബറ്റീസിൽ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് റെറ്റിന സ്ക്രീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ടൈപ്പ് 1 ആണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വളരെ ബ്ലഡ് ഷുഗർ കൂടിയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എപ്പോഴാണ് കൂടിയത്, അപ്പോൾ തന്നെ നമുക്ക് ആ അസുഖമാണ് എന്നറിയാൻ പറ്റും. ഡയബറ്റീസിൽ ടൈപ്പ് 2 ആണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അന്നേരം എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് പിന്നെ ആനുവലി ചെക്കപ്പ് ചെയ്താൽ ഇയർലി ഒരു ആനുവലി മിക്കവാറും നാട്ടിൽ പോകുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്. ആൾട്ടർനേറ്റ് ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഡോക്ടർ, പലപ്പോഴും നമുക്ക് തോന്നുന്നു ഈ നമ്മൾ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞാലും ചിലർക്കൊരു ധാരണയുണ്ട് കുറച്ച് ദിവസം നമ്മൾ മരുന്ന് കഴിക്കുക ഒന്ന് കൺട്രോൾ ആവും, പിന്നെ അത് അങ്ങോട്ട് വിടും. അങ്ങനെ ഒരു ടെൻഡൻസിയാണ്. പക്ഷെ ശരിക്കും നമ്മൾ ഒരിക്കൽ നമ്മൾ ആ ഒരു ഡയബറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ? ആ ഒരു മരുന്ന് തന്നെയെന്നല്ല, നമ്മളിപ്പോൾ ഡയബറ്റീസ് ഒരാളെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ അവരോട് പറയുക അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്ററി ചേഞ്ചസും ആണ്. ഇത് രണ്ടും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മരുന്നിന്റെ പോലും ആവശ്യം വരുന്നില്ല. ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു പെർമനന്റ് ഡയഗ്നോസ് അല്ല. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരു 10 kgs അല്ലെങ്കിൽ 20 kgs വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞിട്ട് ഇൻസുലിൻ റിക്വയർമെന്റ് ആസ് കുറയും. ചിലപ്പോൾ ആ 2 ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്ന ആൾക്ക് 1 ടാബ്ലറ്റ് വേണ്ടി വരുള്ളൂ. ചിലപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്ന ആളുടെ ഇൻസുലിന്റെ ഡോസ് കുറയ്ക്കാൻ പറ്റും. അതൊക്കെ ഒരു പെർമനന്റ് ഡയഗ്നോസ് അല്ല. പക്ഷെ ഇതെല്ലാം അണ്ടർ കൺട്രോൾ ആയിരിക്കണം, ഇടയ്ക്ക് മോണിറ്റർ ചെയ്യാൻ വേണം. അല്ല എനിക്ക് എല്ലാം നോർമൽ ആണെന്ന് തോന്നിയിട്ട് എല്ലാം വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മോണിറ്ററിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ അതിന്റെ പല കോംപ്ലിക്കേഷൻസും പറഞ്ഞു. ഏറ്റവും ആദ്യം നമുക്ക് കിഡ്നി അല്ലെങ്കിൽ നെഫ്രോപ്പത്തി കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നെഫ്രോപ്പതിയാണ് നമ്മൾ ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നെഫ്രോപ്പതി വളരെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഡയാലിസിസ് വേണം, കിഡ്നി മാറ്റി വെക്കണം. ഈ ഒരു സ്റ്റേജിലായിട്ട് പോകുന്നതിനേക്കാളും നല്ലത് നേരത്തെ തന്നെ നെഫ്രോപ്പതി കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നെഫ്രോപ്പതി വരാണ്ട് നോക്കുക. നെഫ്രോപ്പതി വരാണ്ട് നോക്കാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യുക. ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നെഫ്രോപ്പതി വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ ഉണ്ടോ ഇല്ലെന്നുള്ള കണ്ടുപിടിക്കുക, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചികിത്സിക്കുക. മൂന്നാമത്തേത് ചെറിയ ഡോസിലായാലും AC ഇൻഹിബിറ്റർ അല്ലെങ്കിൽ ARB ക്ലാസ്സിൽ വരുന്ന ഡ്രഗ്സ് BP ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും വേണം. BP നോർമലിന്റെ റേഞ്ചിലായാൽ പോലും ചെറിയ ഡോസിൽ AC ഇൻഹിബിറ്റർ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ നെഫ്രോപ്പതി വരാനുള്ള സാധ്യത കുറഞ്ഞിരിക്കും. നല്ലതാണ്. അതൊരു ഡോക്ടർക്ക് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടർ ന്യൂറോപ്പത്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനോട് ഈ ഒരു ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോപ്പത്തിക് ഇഷ്യൂസ് എന്തൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്? ന്യൂറോപ്പതി ബേസിക്കലി 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് കാലിൻ്റെതാണ്. കാലിൻ്റെതിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം കാലിലെ സെൻസേഷൻ കുറയുന്ന കാരണം കാലിൽ എന്തെങ്കിലും അൾസേഴ്സോ അല്ലെങ്കിൽ ചെറിയ പൊള്ളലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ രോഗികൾ അറിയത്തില്ല. അവരറിയാതിരിക്കുകയും ചെയ്യും. ഈ അൾസറും കൊണ്ട് നടക്കുകയും ചെയ്യും. ഇത് വലിയ അൾസർ ആവുക, അവസാനം ബോണിനൊക്കെ അവരെ ബാധിക്കുന്ന സിറ്റുവേഷൻ ആയി കഴിഞ്ഞാലാണ് പിന്നെ മുറിച്ച് കളയേണ്ട സിറ്റുവേഷൻ വരുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരാണ്ട് നമ്മൾ ഈ മുഖത്തിനെ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ തന്നെ ഡയബറ്റിക്സ് കാലിനെയും സൂക്ഷിക്കണം. ഡെയിലി ഒന്ന് മുഖത്ത് മിറർ വെച്ചിട്ട് മുഖം നോക്കുന്ന പോലെ കാല് വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും അൾസേഴ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കാലസ് ഒക്കെ വല്ലതും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അത് ചികിത്സിച്ച് കഴിഞ്ഞാൽ വലിയ അൾസറിലേക്കും കൈയും കാലൊക്കെ മുറിച്ച് മാറ്റുന്ന ഒരു ലെവലിലേക്ക് പോകാണ്ട് നോക്കാം. അതിന് നമുക്ക് എന്താ അഡ്വൈസ് ചെയ്യാൻ പറ്റുക? കവേർഡ് ചപ്പലോ അങ്ങനെ എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ എപ്പോഴും ധരിച്ചിരിക്കണം. ബാർഫുട്ടായിട്ട് ഡയബറ്റിക്സ് നടക്കുക ചെയ്യരുത്. കാരണം അവർക്ക് എപ്പോഴും കുറേ വർഷങ്ങൾ ഒരു 10 വർഷമൊക്കെ ഡയബറ്റീസ് ഉള്ളവർക്ക് സെൻസേഷൻ എന്തായാലും കുറവായിരിക്കും. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മോണോഫിലമെന്റ് ടെസ്റ്റ്, വൈബ്രേഷൻ ടെസ്റ്റ് അതൊക്കെ ഉണ്ട്. എന്നാലും ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ പോലും അവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫുട്വെയർ എപ്പോഴും ധരിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇതേപോലെ അൾസേഴ്സ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പോൾ ഈ പൊഡിയാട്രി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനും ഇതിനോട് റിലേറ്റഡ് അല്ലേ, ഡയബറ്റീസിനോട് ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ, അതായത് ന്യൂറോപ്പതിയിൽ അവർക്ക് വളരെ വലിയ റോളുണ്ട്. കാരണം കാലിന്റെ കെയറിൽ പോഡിയാട്രിസ്റ്റ് വളരെ നല്ല റോളുണ്ട്. അവരാണ് ഈ കാലിലെ നെർവിന്റെ സ്റ്റാറ്റസ് നോക്കുന്നത്, അതായത് വൈബ്രേഷൻ സെൻസും മോണോഫിലമെന്റ് വെച്ചിട്ട് സെൻസേഷനൊക്കെ ഉണ്ടോ ഇതെല്ലാം നോക്കുന്നതും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ പോഡിയാട്രിസ്റ്റ് ആണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ബാധിക്കുന്ന മറ്റൊരു അവയവമാണല്ലേ കണ്ണ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ്? കോമൺലി കാണുന്നതാണ് റെറ്റിനോപ്പതി. നേരത്തെ കോളറിനോട് പറഞ്ഞ പോലെ ഡയബറ്റീസ് ടൈപ്പ് 2 ഉള്ളവർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ തന്നെ ഒരിക്കൽ റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. ടൈപ്പ് 1 ഉള്ളവർ ഡയഗ്നോസിസ് കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ സ്ക്രീൻ ചെയ്യണമെന്നാണ്. ടൈപ്പ് 2 ഉള്ളവർ ആദ്യം തന്നെ സ്ക്രീൻ ചെയ്യുക, പിന്നെ ആനുവലി സ്ക്രീൻ ചെയ്യുക. ഇതൊരു റെറ്റിനോപ്പതി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് വരാണ്ട് നോക്കുക. അതിനും പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഡയബറ്റീസിന്റെ കൺട്രോളാണ്, സ്ട്രിക്ട് ഡയബറ്റിക് കൺട്രോളാണ് അതിനകത്ത് സൊല്യൂഷൻ. ഇപ്പം നമ്മുടെ ആ ഒരു ഷുഗർ ലെവൽസ് എപ്പോഴും കൺട്രോളിൽ വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഷുഗർ കൺട്രോൾ ആയിട്ട് 20 years 30 years ആയിട്ട് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാത്ത പേഷ്യൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം, ഷുഗർ കൺട്രോൾ ആണെങ്കിൽ യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ജീവിക്കാം. നമ്മൾ എപ്പോഴും പറയും ഷുഗറും കൊളസ്ട്രോളും ഉള്ള അല്ലെങ്കിൽ BP പ്രോബ്ലംസും ഉള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വരാവുന്ന ഹാർട്ട് ഡിസീസസ് അല്ലേ, അല്ലെങ്കിൽ സ്ട്രോക്ക്, അതെല്ലാം അതിന്റെ ഒരു ഭാഗമല്ല. അതെ, ഇതിന്റെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസിൽ വരുന്നതാണ് സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ് ഒക്കെ. ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആണ് ഡയബറ്റീസിൽ. അതായത് ഒരു അറ്റാക്ക് ഇക്വലന്റ് പോലെയാണ്. മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ആയിട്ട് അവരുടെ ഹൃദയധമനിയെ ബാധിക്കുകയും ഹൃദയധമനിയിൽ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും അതിൽ കൂടെ തന്നെ മിക്കവാറും ആളുകൾക്ക് നോക്കുകയാണെങ്കിൽ ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോൾസും എല്ലാം കൂടുതലായിരിക്കും. ഇതെല്ലാം അവരുടെ ഹാർട്ടിന്റെ വെസൽസിനെ ബ്ലോക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അത് കാരണം ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത വളരെ കൂടുതലാണ് ഡയബറ്റിക്സിന്. അതേപോലെ തന്നെ സ്ട്രോക്കിന്റെയും ഒരു സാധ്യത. ഇതേപോലെ തന്നെ ബ്രെയിനിലെ ബ്ലഡ് വെസൽസിനെ ബാധിക്കുന്നതിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്, പക്ഷാഘാതം എന്ന് പറയും. ഇതും ഇതേപോലെയാണ്, ലാർജ് വെസൽസിനെ ബാധിച്ചിട്ട് അതിന്റെ പേറ്റൻസിനെ കുറച്ചിട്ട് അവസാനം ബ്ലഡ് തീരെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് പെട്ടെന്ന് വരുമ്പോഴത്തേക്കാണ് സ്ട്രോക്ക് ഉണ്ടാവുക. ഒരു വശം തളർന്ന് പോകുന്നതായിട്ടൊക്കെ കാണാറുണ്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ എല്ല് തേച്ചിൽ ഈ ഒരു നമുക്കൊരു 50 വയസ്സിന് ശേഷം വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണല്ലോ എല്ല് തേച്ചിൽ എന്ന് പറയുന്നത്. ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഈ എല്ല് തേച്ചിലിന് സാധ്യത കൂടുതലുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? യൂഷ്വലി ഏജ് റിലേറ്റഡ് ആണ്. ഡയബറ്റിക്സിൽ കൊടുക്കുന്ന മെഡിസിൻ അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് ഇതിന് ഒരു എല്ല് തേച്ചിൽ ജനറലി ഇൻ ഫീമെയിൽസ് പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ നല്ലതായിരിക്കും. വൈറ്റമിൻ ഡിയുടെ ലെവലൊക്കെ നോക്കിയിട്ട് വൈറ്റമിൻ ഡി ലെവൽസ് നോർമൽ ആയിരിക്കും. ഡയബറ്റിക്സിന്റെ നല്ല കൺട്രോളിന് വൈറ്റമിൻ ഡി നോർമൽ ലെവൽസും വേണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ പോസ്റ്റ് മെനോപോസൽ ആണെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റേഷനും വേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഷുഗർ ലെവൽസ് കൺട്രോൾ ആയി വെക്കണമെങ്കിൽ ഈ ഒരു വൈറ്റമിൻ ഡി ലെവൽസും നോർമൽ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഈ വൈറ്റമിൻ ഡി നമുക്ക് ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസ് എടുക്കാമോ? ഓവർ ദി കൗണ്ടർ അല്ല, നമ്മൾ വൈറ്റമിൻ ഡി ലെവൽസ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യുക. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മൾ ബി അല്ലെങ്കിൽ സി വൈറ്റമിൻസ് പോലെ യൂറിനിൽ പോകുന്ന ഒരു വൈറ്റമിൻ അല്ല, അതൊരു ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ ആണ്. അത് കാരണം ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ വൈറ്റമിൻ ഡി എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടോക്സിസിറ്റി ഉണ്ടാവാം. അതുകൊണ്ട് ഓവർ ദി കൗണ്ടർ വൈറ്റമിൻ ഡി കഴിക്കുന്നത് അഡ്വൈസബിൾ അല്ല. പ്രോപ്പറായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് അതിന്റെ ലെവൽസ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. അതുപോലെ ഡയബറ്റിക്കും ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് തന്നെ വേണമെങ്കിൽ പറയാം ഡിപ്രഷൻ. പല ആളുകൾക്കും ഡയബറ്റീസ് ഉള്ളവർക്ക്, ലോങ് ടേം ഡയബറ്റീസ് ഉള്ളവർക്ക് ഡിപ്രഷൻ ഒരു അസോസിയേറ്റഡ് അല്ലെങ്കിൽ ഒരു കോമോർബിഡ് കണ്ടീഷൻ ആയിട്ട് കാണാറുണ്ട്. അവർക്ക് ചിലർക്ക് ചികിത്സ വേണം, ചിലർക്ക് കൗൺസിലിംഗ് കൊണ്ട് തന്നെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർ നമ്മൾ സ്ട്രോക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ പലപ്പോഴും എന്താ പറയുക, ഓപ്പൺ ഹാർട്ട് സർജറീസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ പലർക്ക് ചെയ്യാൻ പറ്റാത്ത അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടോ? ഈ ഷുഗർ ലെവൽ കൂടി നിൽക്കുന്നതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു അസുഖം വരുമ്പോൾ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിവിധി നമുക്ക് ഈ ഷുഗർ ലെവൽ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ? ചിലപ്പോൾ മേജർ സർജറീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്താൽ മാത്രമേ മേജർ സർജറി നടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഷുഗർ നോർമൽ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ബൈപ്പാസും ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ഏത് സാധാരണ പേഷ്യന്റ് ചെയ്യുന്ന പോലെ ഡയബറ്റിക്കിന് ചെയ്യാം. പക്ഷെ അവർക്ക് ലോങ് ടേം പേറ്റൻസി സാധാരണ ആളുകളെക്കാളും കുറച്ച് കുറവായിരിക്കും. അതായത് ഈ നമ്മൾ സർജറി ചെയ്ത് വെക്കുന്ന വെയിൻ്റെ ഗ്രാഫ്റ്റിലും പിന്നീട് ബ്ലോക്ക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുപോലെ ഇപ്പോൾ ഈ ഡയബറ്റിക് മെഡിസിൻസ് ഇപ്പോൾ ഒരു 10, 15, 20 വർഷമൊക്കെ ആയിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ, അവർക്ക് നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് അല്ലാതെ ജനറലി അവർക്ക് വരാവുന്ന വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ? ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രോ പ്രോബ്ലംസ് അല്ലെങ്കിൽ അങ്ങനത്തെ, അതെന്തൊക്കെയായിരിക്കും അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ്? ഡയബറ്റീസിന് വേറൊരു പ്രധാന കോംപ്ലിക്കേഷനാണ് ഗ്യാസ്ട്രോപ്പതി എന്ന് പറയുന്നത്. പലർക്കും കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്യാറുള്ളത്. ചിലർക്ക് മാത്രം ഡയറി ആയിട്ടും ഗ്യാസ്ട്രോപ്പതി പ്രസന്റ് ചെയ്യാറുണ്ട്.
ഇത് നേരത്തെ പറഞ്ഞ പോലെയാണ് ന്യൂറോപ്പതി, ഒരു ബേസിക് ന്യൂറോപ്പതിയാണ്, വാസ്കുലോപ്പതിയും കൂടിയാണ്. കാരണം നമ്മുടെ ഈ കുടലിൻ്റെ വാസ്കുലേച്ചറുണ്ട്, അതിന് ന്യൂറൽ സപ്ലൈ ഉണ്ട്. ഇതിനെല്ലാം ബാധിക്കുന്ന കാരണം അതിൻ്റെ ഒരു ഫങ്ഷനെ സ്ലോ ഡൗൺ ചെയ്യും. അത് കാരണമാണ് യൂഷ്വലി കോൺസ്റ്റിപ്പേഷൻ കാണാറുള്ളത്. അതിന് ചെയ്യാവുന്നത് ഫൈബർ കൂടിയ ഡയറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫൈബർ കൂടിയ ഡയറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഇതിൻ്റെ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ പറ്റുമായിരിക്കും. അതുപോലെ ഡോക്ടർ, നമ്മൾ ഇപ്പൊ പറയും മധുരം ഒരുപാട് കഴിച്ചാൽ ഷുഗർ വരും, പക്ഷെ അങ്ങനെയാണോ? ഷുഗർ ഇല്ലാത്ത ഒരാൾക്ക്, ഷുഗർ ഇല്ലാത്ത നോർമൽ, ഇപ്പൊ ജനറ്റിക്കലി ഒന്നും അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾക്ക് ഒരുപാട് മധുരം കഴിച്ചാൽ ഷുഗർ വരും, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, മധുരം കഴിച്ച് ഷുഗർ വരും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു നിയന്ത്രണം എല്ലാത്തിനും നല്ലതായിരിക്കും. ഒരു പർട്ടിക്കുലർ ഒരു 30 അല്ലെങ്കിൽ 35 ഇയേഴ്സ് കഴിഞ്ഞാൽ മധുരം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. സ്വമേധയാ അസുഖം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാതെ കുറയ്ക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ മധുരം കഴിച്ച് ഷുഗർ വരാനൊന്നും പോകുന്നില്ല. അത് നമുക്ക് ഓൾറെഡി ഉള്ളതാണ്, ഓൾറെഡി നമ്മുടെ സെൽസിലുള്ളത് തന്നെയാ വരുന്നുള്ളൂ അല്ലെ? ഇപ്പൊ നമുക്ക് ഫുഡ് ഹാബിറ്റ്സിന് ഒരുപാട് പ്രധാനം ഉണ്ടല്ലോ ഈ ഒരു ഡയബറ്റിക് മാനേജ്മെന്റിൽ. എന്താണ് ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, വരാതിരിക്കാനും അതുപോലെ തന്നെ ഉള്ളവരും ഫോളോ ചെയ്യേണ്ടത് എന്താണ്? ഡയബറ്റീസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ ഇപ്പോൾ പറഞ്ഞ തന്നെ ഷുഗറിൻ്റെ അളവ് വളരെ കുറച്ചേ പറ്റുള്ളൂ ഉപയോഗിക്കുന്നതിൻ്റെ. അതായത് ആഡഡ് ഷുഗേഴ്സ് കുറയ്ക്കുക. നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളിലും ഷുഗറുണ്ട്. ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ അൾട്ടിമേറ്റ്ലി വരുന്ന ഷുഗറാണ്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ അളവും കുറയ്ക്കുക, ഷുഗർ, ആഡഡ് ഷുഗേഴ്സ് ഒഴിവാക്കുകയും ചെയ്യുക. അത് മാത്രമല്ല ഫൈബർ കണ്ടന്റ് കൂട്ടുക, പ്രോട്ടീൻ അതിന് പകരം, അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുന്നതിന് പകരം പ്രോട്ടീൻ കണ്ടന്റ് കൂട്ടാം ആഹാരത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റൊക്കെ ഉപയോഗിക്കാം. റെഡ് മീറ്റ് വേണ്ട, വൈറ്റ് മീറ്റ് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതേപോലെ കൊളസ്ട്രോൾസ് ഒക്കെ കുറച്ചേ പറ്റുള്ളൂ. അതിനായിട്ട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക. ഫ്രൂട്ട്സ് ചെറിയ പോർഷൻസ് വേണമെങ്കിൽ കഴിക്കാം, അധികം റൈപ്പ് അല്ലാത്തത്. റൈപ്പ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ പെട്ടെന്ന് ഷുഗർ കൂട്ടുന്നതാണ്. അതുപോലെ ഇപ്പൊ നമ്മള് വളരെയധികം ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമാണ് ചോറിന് പകരം ചപ്പാത്തി കഴിക്കൂ എന്നുള്ളത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? അതില് ചോറെന്ന് പറയുന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയൊരു, അതായത് റൈസ് എന്ന് പറയുന്നത് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയൊരു ഫുഡാണ്. വീറ്റ് ആണെങ്കിൽ കുറച്ച് കുറവാണ്. കാരണം ഏതായാലും അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. റൈസ് ഒരു നേരം കഴിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷേ റൈസ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ അതും കുഴപ്പം തന്നെയാണ്. ഇപ്പൊ ഈ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉണ്ടല്ലോ ചപ്പാത്തിയില്, ഇതിലൊക്കെ അത് എങ്ങനെയാ ഈ ഡയബറ്റീസിനൊരു പ്രശ്നമല്ലേ? ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് പ്രശ്നമാണ്, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. എല്ലാവർക്കും കുഴപ്പമില്ല. ചിലർക്ക് ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റത്തില്ല, അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് പിന്നെ ചപ്പാത്തി അല്ലെങ്കിൽ വീറ്റ് ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇപ്പൊ ലേഡീസിന് ഹാർട്ട് അറ്റാക്ക് വരുന്നതിന്റെ സാധ്യത കുറവാണ് ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെ തന്നെയാണോ, അതോ ഇപ്പൊ ഈ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ? ലേഡീസിന് ഒരു മെനപ്പോസിന് മുന്നേ ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ അവർക്ക് ഇപ്പോഴും സാധ്യത കുറവാണ്. മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള ലേഡീസും ജെൻസും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഇൻസിഡൻസ് ആണെന്നാണ്. കാരണം ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതൽ, അതൊരു സൈലന്റ് അറ്റാക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒരു ക്ലാസിക്കൽ സിംറ്റംസ് ഒന്നും യൂഷ്വലി ലേഡീസ് ആകുമ്പോൾ കാണത്തില്ല. ആണുങ്ങൾക്ക് വരുമ്പോഴത്തേക്കാണ് കാര്യമായ നെഞ്ചുവേദനയും അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ വരുന്നത്. ലേഡീസിന് വരുമ്പോൾ പലപ്പോഴും അതൊരു സൈലന്റ് അറ്റാക്ക് ആയിരിക്കാനും ശ്രദ്ധ കിട്ടാതെ പോകാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം സ്ത്രീകൾക്ക് പൊതുവെ അറ്റാക്ക് വരത്തില്ല എന്നൊരു ധാരണ. അത് കാരണം എന്തെങ്കിലും മൈനർ, ഇപ്പൊ ചിലർ ആകെ പ്രസന്റ് ചെയ്യുന്നത് ഒരു വയറുവേദനയായിട്ടായിരിക്കും. വയറുവേദനയായിട്ട് പ്രസന്റ് ചെയ്ത MI പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നത് ആകെ പ്രസന്റ് ചെയ്യുന്ന ഫീച്ചർ എന്ന് പറയുന്ന ഒരു വയറുവേദന. പക്ഷെ ആ ഒരു ക്ലാസിക്കൽ വേറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് വിയർപ്പൊക്കെ ഉണ്ടായിരുന്നു, വയറുവേദനയായിരുന്നു. പിന്നെ ആ ഒരു ഏജും ഒരു 50-55 ഏജ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർ ഇങ്ങനെ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ECG എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ECG ടോട്ടലി റൂൾ ഔട്ട് ചെയ്യുന്നതല്ല, ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ ഡയബറ്റിക് പേഷ്യൻസിന് അൾസൈമേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു എങ്ങനെ, അതിന്റെ ആ ഒരു നേരത്തെ പറഞ്ഞ പോലെയാണ് ന്യൂറോപ്പതി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ അൾസൈമേഴ്സും ഇതേപോലെ ഡിമെൻഷ്യയും ഒക്കെ വരാനുള്ള സാധ്യത ഡയബറ്റിക് പേഷ്യൻസിന് ഇത്തിരി കൂടുതലാണ്. ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വരുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നേരം ഡോക്ടർ നമ്മളോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഡയബറ്റീസ് ആൻഡ് ഇറ്റ്സ് കോംപ്ലിക്കേഷൻസ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്. നമ്മുടെ കൂടെ ഡോക്ടർ അഖിലാണ്. ശരിക്കും ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു പ്രതിവിധി എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, പിന്നെ ഡയറ്റ് കൺട്രോൾ, മൂന്നാമത് മാത്രമേ നമ്മളെ ഡ്രഗ്സും ഇൻസുലിനും ഒക്കെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ ഒരു വളരെ ഏർലി സ്റ്റേജിൽ തന്നെ മെഡിക്കേഷൻസ് ഒക്കെ പോകുന്നതിന്റെ മുന്നേ ഡയറ്റും എക്സസൈസും
നന്നായിട്ട് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഇതെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കാം എന്നുള്ള ഉണ്ടെങ്കിൽ തന്നെ കുറയ്ക്കാനും പറ്റും. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിനൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് നമ്മൾ പറയുന്നതും അല്ലേ. എന്തായാലും ഡോക്ടർ ഒരുപാട് നന്ദി, നമ്മളോട് ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ കെയർ ആൻഡ് ക്യൂർ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമുക്ക് വിശേഷങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. എല്ലാവരും ഓണം ഒക്കെയുള്ള പ്രിപ്പറേഷൻസിനൊക്കെ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നാട്ടിലൊക്കെ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിലും നമ്മൾ ചെറിയ രീതിയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലത്തെ അവസ്ഥയൊക്കെ നമുക്ക് മെച്ചപ്പെട്ടു. എന്നാലും ചെറിയ രീതിയിൽ നമ്മളെല്ലാവരും ഓണം നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു കൾച്ചർ ഒക്കെ മറന്നു പോകാതെ നമ്മൾ മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം നമ്മൾ ഓണം ആഘോഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ രീതിയിലും നമുക്കൊരു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിമൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ്.